ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു പച്ചടിയുടെ റെസിപ്പിയാണ്. ഇത് ക്യാരറ്റ് പച്ചടിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. സാധാരണ എല്ലാവരും ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കാറുണ്ട്. ബീറ്റ്റൂട്ട് പച്ചടിയേക്കാളും വളരെ രുചികരമായിട്ടുള്ള പച്ചടിയാണ് ഈ ക്യാരറ്റ് പച്ചടി. ഇത് ഉണ്ടാക്കി നോക്കി എൻ്റെ രുചി അറിഞ്ഞിട്ടാണ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഈ ഓണക്കാലത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പച്ചടിയാണ്. പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. കുറച്ച് നല്ല ക്യാരറ്റ് നമുക്ക് ആവശ്യമുണ്ട്. ഒരു ചെറിയ സവോള കൊത്തിയരിഞ്ഞത്, എരിവിനാവശ്യമായിട്ടുള്ള മുളക്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, തൈര് നമുക്ക് ഒരു ബൗൾ ആവശ്യമുണ്ട്. ക്യാരറ്റ് എടുത്ത് അതിൻ്റെ തൊലി ഇതുപോലെ ഒന്ന് ചിരണ്ടിക്കളയാം. തൊലി കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലത്തെ ഒരു ഗ്രേറ്ററിലിട്ട് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. തീർത്ത് ചെറിയ പൊടിയായിട്ടല്ല നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കുറച്ച് വലുപ്പമുള്ള പീസാണ് നമുക്ക് ആവശ്യം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ചെയ്യേണ്ടത് ഒരു തവയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ച ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചപ്പൊന്ന് മാറി വരണം. അതുവരേക്കും നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവോള കൂടെ ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. സവോളയുടെ പച്ചപ്പൊന്ന് മാറി വരണം. നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ട് കൊടുക്കുക. സവോളയുടെ പച്ചപ്പൊന്ന് മാറി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ച പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് വീണ്ടും നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച നമ്മളുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ചേർത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കാം. നല്ലതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് വീണ്ടും ഇളക്കി യോജിപ്പിക്കുന്നു. നല്ലതുപോലെ ഇളക്കി ചേർത്തു. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു അടപ്പ് കൊണ്ട് ഇത് അടച്ചു കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം ഇതിനകത്ത് വേകട്ടെ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. നല്ലതുപോലെ വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കുക. ഇപ്പോൾ തന്നെ കുറച്ച് ക്യാരറ്റ് വെന്തിട്ടുണ്ട്. നല്ലതുപോലെ നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെക്കാം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്കെല്ലാം കൂടെ ഒരു 5 മിനിറ്റ് മതിയാവും. വീണ്ടും തുറന്ന് വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കുക. ക്യാരറ്റ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരുപാട് സമയം ആവശ്യമില്ല. നല്ലതുപോലെ ഇളക്കി ചേർക്കുക. നല്ലതുപോലെ ഇളക്കി ചേർത്തതിന് ശേഷം തണുക്കാനും വേണ്ടി വെക്കുക. ക്യാരറ്റ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ ക്യാരറ്റെല്ലാം തണുത്തു. നമ്മളൊരു ബൗൾ എടുത്തു. ആ ബൗളിലേക്ക് നല്ലതുപോലെ തണുത്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ചൂട് പോയതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ.
ക്യാരറ്റ് മൊത്തം നമ്മൾ ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയും ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച തൈര് നമുക്കിതിലേക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. തൈരിട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഈ സമയം ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കി ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. തൈര് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നല്ലതുപോലെ നമ്മൾ ഇളക്കിയിട്ട് കൊടുത്തു. അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ലൊരു ലൈറ്റായിട്ടുള്ളൊരു ഓറഞ്ച് ഷെയ്ഡോട് കൂടിയ കളർ കിട്ടി. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. വറ്റൽമുളക്, കറിവേപ്പില, കടുക് എല്ലാം കൂടെ പൊട്ടിച്ചതാണ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ താളിപ്പ് നമ്മൾ ഇട്ട് കൊടുത്തു. നമ്മുടെ ക്യാരറ്റ് പച്ചടി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു പച്ചടിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. ലൈക്ക് ചെയ്യണം. ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക.